നമ്മുടെ ജീവിതത്തിലെ ക്രിസ്ത്യൻ വെർച്യൂസ്, ക്രിസ്തീയ മൂല്യങ്ങൾ, സ്തോത്രം, ക്രിസ്ത്യൻ വാല്യൂസ് ഈ ലോകത്തിൽ ആരും തിരിച്ചറിഞ്ഞെന്ന് വരില്ല കേട്ടോ. നമ്മളെ ബിയാറ്റിറ്റ്യൂഡ്സും ഒക്കെ പഠിച്ചപ്പോഴേ, സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം പഠിച്ചപ്പോൾ ഇതുപോലെയുള്ള ഒത്തിരി സ്വഭാവങ്ങളെ കുറിച്ച് പഠിച്ചിരുന്നു. പലപ്പോഴും നമ്മൾ എന്തുകൊണ്ടാ ദൈവീക സ്വഭാവങ്ങൾ വിട്ടുകളയുന്നത്? വേണ്ടത്ര അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് വരുമ്പോഴാണ്. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ മണ്ടന്മാരെന്ന് കാണാൻ തുടങ്ങുമ്പോൾ, എന്നാ പിന്നെ ഞാനും കാണിച്ചു തരാം എന്ന ഒരു നിലയിലേക്ക് നമ്മൾ മാറുന്നു. ശരിയല്ലേ? സ്തോത്രം. അതിനാ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പണ്ട് പറയുമായിരുന്നൊരു ഉദാഹരണം, എടാ മോനെ, ഫലമുള്ള വൃക്ഷത്തിന് ഏറ് കിട്ടൂ, മാമ്പഴം കായ്ക്കുന്ന വൃക്ഷത്തിന് ഏറ് കിട്ടൂ. ഈ പ്രാവശ്യം ഒരു മാവ് നല്ല പോലെ കായ്ച്ചു, പക്ഷേ ആൾക്കാരൊക്കെ എറിഞ്ഞും തല്ലിയും ഒക്കെ മാങ്ങ പറിച്ചപ്പോൾ അതിൻ്റെ പല കൊമ്പുകളും ഒടിഞ്ഞുപോയി, പല ശാഖകൾ, ബ്രാഞ്ചസ് ഒടിഞ്ഞുപോയി. അപ്പം ഈ മാവ് തീരുമാനിക്കുമോ അടുത്ത വർഷം കാണിച്ചു തരാം? ഇല്ല. സ്തോത്രം. അത് അടുത്ത വർഷവും കായ്ക്കും. അതിൻ്റെ സ്വഭാവം അത് വെളിപ്പെടുത്തും. ഇതുപോലെ സ്തോത്രം, നമ്മൾ കായ്ക്കുന്ന ഒരു സൽഫലത്തെ നമ്മുടെ കൂട്ടുവിശ്വാസികളോ കുടുംബാംഗങ്ങളോ സമൂഹമോ തിരിച്ചറിയുകയോ അംഗീകരിക്കുകയോ അഭിനന്ദിക്കുകയോ പ്രതിഫലം തരികയോ ചെയ്തില്ലെന്ന് കരുതി നമ്മുടെ മനസ്സ് മടുക്കരുത്, പരിപാടി മതിയാക്കരുത്. ഞാനും എന്നാൽ അവനെ പോലെ അവളെ പോലെ ഒന്നാകട്ടെ എന്ന് ചിന്തിക്കരുത്. അവരെ പോലെ നമുക്കും ഒന്നായാൽ എന്താ എന്ന് പോലും ചിന്തിക്കരുത്. എൻ്റെ കൂടെ ഉണ്ടല്ലോ എല്ലാവരും? കാരണം ഇവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന പ്രതീക്ഷയല്ല, പകരം ഇതെല്ലാം സ്തോത്രം ഭക്തൻ പറയുന്നത് പോലെ നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അതും നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അതെ, ഇവയെല്ലാം ഒന്നും വിട്ടുപോകാതെ, എൻഷ്യല് മാറാതെ, അപ്പന്റെ പേരും വീട്ടുപേരും ഒന്നും മാറാതെ നമ്മുടെ തന്നെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന കൃത്യസമയമാകുമ്പോൾ പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുൻപിലും അത് ഏറ്റുപറഞ്ഞ് നമ്മെ അംഗീകരിച്ച് മാനിച്ച് പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ട്. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. സ്തോത്രം. അന്ന് കർത്താവ് നമ്മെക്കുറിച്ച് നാണിക്കരുത്, ഇന്നും നാണിക്കരുത്, അന്നും നാണിക്കരുത്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അബ്രഹാം തുടങ്ങിയ പിതാക്കന്മാരെ കുറിച്ച് നമ്മൾ വായിച്ചു. അതുകൊണ്ട് ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അതുപോലെ തന്നെ നിത്യതയിലും നമ്മുടെ കർത്താവ് എന്ന് വിളിക്കപ്പെടാൻ നമ്മുടെ കർത്താവിന് നാണം തോന്നരുത്. അയ്യേ, അവനെക്കുറിച്ചാണോ? ഞാനൊന്നും പറയുന്നില്ല എന്ന് ആരും പറയരുത്, കർത്താവ് പറയരുത്. സ്തോത്രം. പകരം നമ്മെക്കുറിച്ച് ദൈവം നമ്മുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നത്, സ്തോത്രം, ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കുന്നതിന് കാരണമാകണം. അതാണ് നമ്മുടെ കർത്താവ് നമുക്ക്